Hi students, welcome to class Aura. Next equation ആയ integral a raised to x dx ന്റെ equation എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? a raised to x divided by log a plus e ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഓരോ ഫോർമുലയും നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേഷൻ ഈസി ആയിട്ട് നമുക്ക് 4 ചാപ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഇന്റഗ്രൽ 2 raised to x dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a raised to x ന്റെ ഇന്റഗ്രൽ എന്താ? a raised to x ഡിവൈഡഡ് ബൈ ലോഗ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 2 raised to x എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. 2 raised to x ബൈ ലോഗ് 2 പ്ലസ് ഇ വരും. അപ്പൊ എയുടെ സ്ഥാനത്ത് 2 ആവുമ്പോൾ ആ 2 raised to x ബൈ ലോഗ് 2. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 3 raised to x dx എന്തായിരിക്കും? 3 raised to x dx എന്ന് പറയുന്നത് 3 raised to x ഡിവൈഡഡ് ബൈ ലോഗ് 3 ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ ഇക്വേഷനും എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഈസി ആവും കേട്ടോ. ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ, അവിടെ എയും ഇയും കോൺസ്റ്റന്റ് ആണ്. എ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇ വരും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, ഇന്റഗ്രൽ എ ബി റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ ബി പ്ലസ് ഇ വരും. ദ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5 ഇന്റഗ്രൽ 5 റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 അവിടെ കോൺസ്റ്റന്റ് ആണ്, എയും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 5 പ്ലസ് ഇ വരും. ഇതുപോലെ ഓരോ ഫോർമുലയ്ക്കും നമ്മൾ എന്താണ് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.